20 മന്ത്രിമാരും ഈ യാത്ര കഴിയുമ്പോൾ ഒന്ന് നല്ല നന്നാവും. കാര്യം വെളുക്കുകയും ചെയ്യും, ഇച്ചിരി കനമൊക്കെ വെക്കും. കാര്യം AC റൂമിലും AC ബസ്സിലും ഒക്കെ അല്ലേ യാത്ര. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് നന്നാവും. അതേ ഉള്ളൂ ഇതിലുള്ള മെച്ചം. ജയിച്ചോ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് കാണാം. കൈനീട്ടം മികച്ച അടുത്ത സംവിധാനത്തിൽ ഞാൻ 59 വയസ്സുള്ളവനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് മാറി ചെയ്യാൻ പോകുന്ന ഒരു വോട്ടാണ് ഈ വരാൻ പോകുന്നത്. ഞാനും എൻ്റെ കുടുംബവും ഞാൻ പറയാൻ കേൾക്കുന്നത് മുഴുവൻ ആളുകൾ വോട്ട്. പറഞ്ഞാൽ പിന്നെ പൊട്ടി പോകാണ്ട് വേണ്ട. അത് അടികൊള്ളാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ നല്ലതിനെ കാണുമ്പോൾ കുത്തുക എന്നുള്ളതാണ്. ഇപ്പം അത് അവരെ സ്വാഭാവികമായിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരും ജനങ്ങളൊന്നാകെ ഇങ്ങനെ നവകേരള സദസ്സെന്നും പറഞ്ഞ് എല്ലായിടവും വിജയിച്ചിട്ടേക്കുമ്പോൾ അത് കാണുമ്പോൾ പ്രതിപക്ഷം എന്നുള്ള രീതിക്ക് അവർ ഉരുവട്ടത് തികച്ച് സ്വാഭാവികം. ഇതോടുകൂടി ഏകദേശമൊക്കെ തീരും, അത് ഉറപ്പാണ്. അത് അവർ കൂട്ടിയല്ലേ പറ്റും. ഇവരിങ്ങനെ നശിപ്പിച്ചോണ്ടിരുന്ന അവർ കൂട്ടാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സാധാരണക്കാർ പ്രയോജനം വരണമല്ലോ. എന്തൊക്കെ പറയാനുണ്ട് പറ? പ്രത്യേകിച്ച് പ്രയോജനം പറയാനൊന്നുമില്ല. ഇന്ന് ഇങ്ങനെ പോണം, ആളുകൾക്ക് പ്രയോജനം വരട്ടെ, അതേ പറയാനുള്ളൂ. യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ റോട്ടിൽ കിടന്ന് കൊടിയാണി പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് അത് എല്ലാ കാര്യത്തിനും വരുമല്ലോ. പ്രയോജനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കൊടി പിടിക്കുന്നത്. ഇനിയും പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ യാത്ര നടത്തിയുണ്ട്? സാധ്യത കാണും, വരണമെന്നാണ്. നമ്മളെപ്പോലുള്ള വഴിയോര കച്ചവടക്കാർക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ സർക്കാർ അധികാരത്തിൽ വന്നാലേ ഉള്ളൂ. നമ്മളെപ്പോലുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല, കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, ഉപദ്രവമില്ല. ഒരുപാട് സാധാരണക്കാർ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്, വഴിയോര കച്ചവടക്കാർ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. മറ്റു ബുദ്ധിമുട്ട് നമ്മളെ എടുത്ത് മാറ്റിക്കാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഹാപ്പിയാണ്, നമുക്ക് ഹാപ്പിയാണ്. എന്തോ പ്രയോജനം, ഇവിടെ മൊത്തം ബ്ലോക്കാണ്, നമുക്ക് ഓടാൻ പറ്റത്തില്ല. അത്ര ഡെലിവറി നടക്കത്തില്ല, നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മിക്കവരും ലീവായിരിക്കും. ഡെലിവറി നടക്കണം, നമുക്ക് നമ്മളെ ജോലി കിടക്കണ്ട കേട്ടോ. നമുക്ക് ഒരു ഓർഡർ കൊടുക്കുന്നതിനാ പൈസ. നമുക്കത് ഇപ്പോൾ ഓർഡർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മൾ ഓട്ടോ ഓടത്തില്ല, അതേ കണക്ക് ഇത്ര കിലോമീറ്റർ ഓടുന്നത് ഇത്ര പൈസ മാത്രമേ ഉള്ളൂ. അത് നടന്നില്ലെങ്കിൽ നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്കും ഒന്നും കാണത്തില്ല നമ്മളെ. നമുക്ക് കിട്ടിയില്ല, അതാണ്ട് ഇവരെല്ലാം ഇതിനെ ഓടുന്നത്. ജനങ്ങളെ വീണ്ടും പിഴിഞ്ഞു കൊണ്ടുവന്ന് അവരെ ഒരു പിക്നിക്കിന് നടക്കുകയല്ലേ. എന്തോ നന്നാക്കാനാ ഉല്ലാസയാത്രയാണ് കേരളത്തിൽ. മറ്റ് എന്തുവാ പശ്ചിമ ബംഗാളിൽ ത്രിപുരയിലൊക്കെ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിച്ചിരുന്നില്ല. അതുകൊണ്ട് വരും തലമുറകൾ പറയും കേരളത്തിൽ ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്നുവെന്ന് വരും തലമുറകൾ പറയും. ഇത് കൈനീട്ടം മികച്ച അടുത്ത സംവിധാനത്തിൽ ഞാൻ 59 വയസ്സുള്ളവനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് മാറി ചെയ്യാൻ പോകുന്ന ഒരു വോട്ടാണ് ഈ വരാൻ പോകുന്നത്. ഞാനും എൻ്റെ കുടുംബവും ഞാൻ പറയാൻ കേൾക്കുന്നത് മുഴുവൻ ആളുകൾ വോട്ട്. പറഞ്ഞാൽ പിന്നെ പൊട്ടി പോകാണ്ട് വേണ്ട. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കുള്ള പരാതികൾ അത് സ്വീകരിക്കാനും ഉള്ള ഒരു അവസരമായിട്ട് അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നല്ല കാര്യം, നല്ല കാര്യം തന്നെ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയും പ്രതിഷേധിക്കുക എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്വഭാവം കൊണ്ടാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത്. പിന്നെ ഗവൺമെൻറ് കാര്യങ്ങളിൽ ഇടപെടുമ്പം ചിലവുകൾ വരുമല്ലോ, അതിനെ ധൂർത്തെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. തീർച്ചയായിട്ടും നേട്ടം ഉണ്ടാവും. കാരണം ഓരോ പരാതികൾ സ്വീകരിക്കുക, അതിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന പരാതികൾ തീർച്ചയായിട്ടും അത് ചെയ്യുമെന്നാണ് അഭിപ്രായം. എല്ലാവർക്കും ഉള്ള അഭിപ്രായം തന്നെ എനിക്ക്. അത്ര ജയിച്ചോ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് കാണാം. ഇലക്ഷൻ വരുമ്പോൾ കാണാം. അപ്പൊ അതിനകത്ത് എന്തോ ഒരു അർത്ഥമുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് കാണാം. റിസൾട്ട് അപ്പോഴല്ലേ അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ യാത്രയുടെ റിസൾട്ട്. യാത്രയോട് യാതൊരു പ്രയോജനമില്ല. ഇല്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേ ഉള്ളൂ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, ട്രാഫിക് ബ്ലോക്കുകളാവുന്നു, അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. സർക്കാർ ഇതോടുകൂടി ഏകദേശമൊക്കെ തീരും, അത് ഉറപ്പാണ്. അത് അവർ കൂട്ടിയല്ലേ പറ്റും. ഇവരിങ്ങനെ നശിപ്പിച്ചോണ്ടിരുന്ന അവർ കൂട്ടാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കേരളത്തിൽ മാത്രമേ ഉള്ളല്ലോ വില കൂടുതൽ, കർണാടകയിലില്ലല്ലോ. അത് കാണും, അത് സാവകാശം വരും. നമ്മൾ കണ്ടറിയാം. പിന്നെ വരത്തില്ല, അവർ വരും.
വരും. അവർ പെതുക്കെ അവർ സമാധാനമുള്ളവരാണ്. സുരേഷ് ഗോപി ഇരിക്കുമോ? ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും. സുരേഷ് ഗോപിയെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ലൊരു മനുഷ്യനാണ്. ജനങ്ങൾക്ക് ആവശ്യപ്പെട്ടൊരു മനുഷ്യനാണ്. അതാണ്. BJP ഒരു തിരിച്ചുവരവുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. യൂത്ത് നമുക്ക് പറയാനുള്ളതാണ്, സമരം ആർക്കും ചെയ്യാം, അത് മാന്യമായി സമരം ചെയ്യണം. അത് ജീവൻ കളയുന്ന സമരം വേണ്ട, അതൊന്നും വേണ്ട. മാന്യമായിട്ട് നമുക്ക് സമരം ചെയ്യാം, ഗോക്കോ വിളിക്കാം, കരിങ്കൊടി കാണിക്കാം, എല്ലാം ചെയ്യാം. അത് ജീവൻ അപായപ്പെടുത്തിയുള്ള പണിയൊന്നും വേണ്ട, മാന്യമായിട്ട് സമരം ചെയ്യുക. അതാണ് നമ്മളെ അഭിപ്രായം. ഗുണമല്ലേ ഉള്ളൂ. കേരളത്തിൽ എന്താ കുറവ്? ഒരു കുറവില്ല, അടിപൊളിയാ. ഞാനവിടെ പോകും. യാത്ര ഞങ്ങൾ മുടിയക്കാറ്റിൽ പോകുന്നുണ്ട്. മുടിയക്കാറ്റിൽ നിന്ന് പോകുന്നുണ്ടെന്ന്. ഞാൻ അവിടെ താമസിക്കുന്നത്. അതാണ് പോകണ്ടേ, ഇത് കണ്ടാ പോരെ. അത് നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ കാണുന്ന നമുക്ക് എല്ലാം കൂടെ ചേർന്ന് പറ്റാൻ ചെയ്യാം. ശരിയെന്നാ, പ്രത്യേകിച്ച് ഒന്നും പറയാം. നമുക്ക് നമ്മുടെ കാര്യം പറഞ്ഞാൽ പോരെ. ഞാൻ അമ്മയായിട്ട് ഇനി ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പോഴത്തെ ഒത്തിരി കാലമുണ്ട് ഉണ്ടെന്നാണ് ഞങ്ങളെപ്പോലുള്ളൊരു വിശ്വാസം. കാരണം ഇതുവരെ നമ്മളിങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. കാര്യം ഒരു മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് പരാതികളും പിന്നെ പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിന് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സമർപ്പിക്കാമെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. വളരെ നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉമ്മൻചാണ്ടി നടത്തിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം നമ്മളിവിടെ ഭാരതരാജ്ഞി ചർച്ചിൻ്റെ അടുത്ത് വെച്ചൊരു ജനസമ്പർക്ക പരിപാടി നടത്തിയായിരുന്നു. അതിൽ ആംബുലൻസിൽ രോഗികളൊക്കെ കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ വെക്കുമ്പോൾ ഡോക്ടർ കുറിപ്പടി എഴുതി കൊടുക്കുന്നവർക്ക് 20-25,000 രൂപയൊക്കെ, അതായത് 700 കോടി രൂപ അങ്ങാണ്ട് 5 വർഷത്തിനാണ് വെച്ച് കൊടുത്തത്. പക്ഷേ ഈ അങ്ങനൊന്നും നടത്താതെ പിണറായി സർക്കാർ 5160 കോടി രൂപ കൊടുത്തെന്നാണ് മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ അതല്ലേ നല്ല അങ്ങനെ ഒരു പ്രഹസനം നടത്തുന്നതിനൊക്കെയായി പെൻഷൻ കിട്ടുന്നില്ലെന്ന് പറയുന്നതിനകത്ത് എന്ത് യുക്തിയാണ് ഉള്ളത്? ഇപ്പോൾ ഇവർ ഭരണത്തിലേറിയിട്ട് ഇപ്പോൾ 90 മാസമായത്. പക്ഷേ നിലവിൽ 106 മാസത്തെ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. കാര്യം ഉമ്മൻചാണ്ടി മുടക്കിയ എത്ര 16 മാസത്തെയോ 18 മാസത്തെയോ പെൻഷൻ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അത് അടികൊള്ളാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ നല്ലതിനെ കാണുമ്പോൾ കുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് അവരെ സ്വാഭാവികമായിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ജനങ്ങൾ ഒന്നാകെ ഇങ്ങനെ നവകേരള സദസ്സെന്നും പറഞ്ഞ് എല്ലായിടവും വിജയിച്ചിട്ടേക്കുമ്പോൾ അത് കാണുമ്പം പ്രതിപക്ഷം എന്നുള്ള രീതിക്ക് അവർ കുരുപൊട്ടുന്നത് തികച്ചും സ്വാഭാവികമല്ലേ. കരിങ്കൊടി കാണിക്കുന്ന ആൾക്കാർക്ക് ചിരിക്കാനൊരു വകയുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ അവരെ പിന്നെ അവരുടെ പുറം പൊളിയുന്നുണ്ട്, പോലീസുകാർ വന്ന് അടിക്കുന്നുണ്ട്. അല്ലാതെ വേറൊന്നും തോന്നുന്നില്ല അതിനൊക്കെ. പ്രതീക്ഷയ്ക്ക് എന്ത് നമ്മുടെ അത്താഴത്തിനുണ്ട് തരുമോ? അത്താഴത്തിന് വല്ലതും തരുമോ? അത് കിട്ടുന്നില്ല. പെൻഷൻ കിട്ടുന്നുണ്ട്. അത് മതി. വാർദ്ധക്യ പെൻഷൻ അത് താമസമൊക്കെ വരുമല്ലോ. അത് അവിടെ കയ്യിൽ നിന്ന് എടുക്കുന്നൊന്നുമല്ല. എല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടല്ലേ സർക്കാർ. അത് യാത്ര ചെയ്താൽ പ്രയോജനമുള്ളതല്ലേ. തന്നെ സംശയം എന്താ കാര്യത്തിൽ? കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാം ജനങ്ങൾക്ക് വേണ്ടി. അവർ 2 വർഷം കഴിയുമ്പോൾ അവർ ഇറങ്ങി പോകുമല്ലോ. പിന്നെ ജനങ്ങൾ തീരുമാനിക്കുക ആര് വരണമെന്ന്. അവരെ കുറ്റം പറയുന്നില്ല, നമ്മൾ കുറ്റം പറയത്തില്ല. എന്ത് ധ്വനി എന്താ അത് പറ. ഇനി പോവും പിന്നെ ജനങ്ങൾ തീരുമാനിക്കും. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ജനാധിപത്യമില്ലേ, അത്രേ പറയാനുള്ളൂ. പക്ഷേ അഭിപ്രായമൊന്നും ഇല്ല. കിറ്റ് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. എല്ലാം ഇപ്പം ഈ അടുത്ത സമയത്ത് കൊടുത്ത കിറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇത് ഗുണകരമാണെന്ന് തോന്നുന്നു. അടുത്ത പ്രാവശ്യം അവർ തന്നെ വരുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. അതറിഞ്ഞു. അത് നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവർ പെട്രോളിൻ്റെ വില കൂടിയില്ലേ? അല്ല, അന്ന് കൂടിയതിനു ശേഷം പിന്നെ കൂടിയില്ല. അതറിയാം, കേന്ദ്ര ഗവൺമെൻറ്റാണ്. പ്രയോജനമുണ്ട്. മുന്നോട്ട് വിജയിച്ച് പോട്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. എല്ലാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് പ്രയാണം നീ നടപ്പിലാക്കുമ്പോൾ അറിയാമല്ലോ. ഇപ്പോഴത്തെ രീതി ഒന്നും പറയാൻ ഒക്കത്തില്ലല്ലോ. അങ്ങേര് വന്നിട്ട് പോയിട്ട് അതിൻ്റെ പുരോഗതി ഉണ്ടെങ്കിൽ ജനങ്ങൾ നല്ലതാണെന്ന് പറയും, ഇല്ലെങ്കിൽ മോശമായിട്ടല്ലേ പറയും. ഓട്ടം വളരെ മോശമാണ്. ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഞാൻ പെൻഷൻ മേടിക്കുന്ന ആളാണ്. എനിക്കിതുവരെയും പെൻഷൻ കിട്ടിയില്ല, ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല. 4 മാസം കഴിഞ്ഞ് 1 മാസത്തെ കിട്ടിയത്. ക്ഷേമ പെൻഷൻ മേടിച്ചോണ്ടിരിക്കുക. എനിക്ക് 64 വയസ്സുണ്ട്. വാർദ്ധകാല ക്ഷേമ പെൻഷൻ ഇപ്പം 5 മാസമായി. ഇതും കൂടെ ആകുമ്പോൾ 5 മാസമാവും. ഇതുവരെയും പൈസ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ക്രിസ്മസിന് മുമ്പേ എന്നിട്ട് കൊടുക്കുമെന്ന് പറയുന്നത്. കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയാം. കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. ഇപ്പോൾ ഈ നവകേരള സദസ്സ് നടക്കുന്നത് 1 കോടി രൂപ ദിവസം ചിലവ്. ഈ കാശ് മതിയല്ല ഈ പാവത്തുങ്ങൾക്ക് കൊടുക്കുന്നതിന്. അതില്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പെൻഷൻ കിട്ടാത്തതിൽ പ്രതിഷേധം ഉണ്ടോ? നമുക്കുണ്ട്, പ്രതീക്ഷയുണ്ട്.
ഈ 20 മന്ത്രിമാരും കേരളം മുഴുവൻ സഞ്ചരിക്കുക ജനങ്ങളുടെ പ്രശ്നം അറിയാൻ ആ 20 മന്ത്രിമാരും ഈ യാത്ര കഴിയുമ്പോൾ ഒന്ന് നല്ല നന്നാവും. കാര്യം വെളുക്കുകയും ചെയ്യും, ഇച്ചിരി കനമൊക്കെ വെക്കും. കാര്യം AC റൂമിലും AC ബസ്സിലും ഒക്കെ അല്ലേ യാത്ര. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് നന്നാവും. അതേ ഉള്ളൂ ഇതിലുള്ള മെച്ചം. സാധാരണക്കാരുടെ പ്രയോജനമില്ല. സാധാരണക്കാർ ഒരു പ്രയോജനമില്ല. അവർ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒന്ന് നന്നാവും ഈ യാത്ര തീരുമ്പോൾ. അല്ല ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല. പ്രതീക്ഷയുണ്ടോ? എന്തോ പ്രതീക്ഷയുണ്ടോ യാത്ര ഉണ്ടോ? മുഖ്യമന്ത്രി യാത്ര നടത്തി നമുക്കൊരു പ്രതീക്ഷയില്ല. പ്രതീക്ഷയില്ല. ഇപ്പൊ യാത്ര കൊണ്ടൊരു ഫലമില്ല. ഇല്ല, നമുക്കെന്തോ ഫലം ഉണ്ടാവും. നമ്മളിത് ഓടിയെങ്കിലല്ല നമുക്ക് ഫലങ്ങളുണ്ടാവും. വണ്ടി ഓടിയാലേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. കിട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ യാത്ര വരുന്നു, അങ്ങനെ കാണുന്നു. കുഴപ്പമില്ല. പ്രതീക്ഷയുണ്ടോ യാത്ര? കുഴപ്പമില്ല. കുഴപ്പമില്ല.